ഹായ്, ഞാൻ ഡോക്ടർ ധനി. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ മൂവ്മെന്റിന്റെ സമയത്ത് കൈക്കുഴയെ ജോയിന്റിന്റെ സെൻട്രലായിട്ട് പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസും ടെൻഡനെയും പറയുന്ന പേരാണ് റൊട്ടേറ്റർ കഫ്. ഇതിന് ഇഞ്ചുറികൾ കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി എന്ന് വെച്ചാൽ ഒരാൾ കൈകുത്തി വീഴുകയോ അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്ത് പൊക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറി, അല്ലെങ്കിൽ കാലക്രമേണ തേയ്മാനം മൂലം വെയർ ആൻഡ് ടയർ മൂലം ഓൾഡ് ഏജിൽ കാണപ്പെടുന്ന ഇഞ്ചുറി. അപ്പോൾ ഇതിന്റെ ക്ലിനിക്കലി പേഷ്യന്റിന് എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ജോയിന്റിലുള്ള വേദനയോ ഷോൾഡർ മൂവ്മെന്റുകൾ സാധ്യമല്ലാതാവുകയോ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചർ. ഇത് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി കാണാൻ സാധിക്കില്ല ഇങ്ങനൊരു ഇഞ്ചുറി. അതുകൊണ്ട് തന്നെ ഈ അൾട്രാസൗണ്ട് സ്കാനോ MRI സ്കാനോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഇങ്ങനൊരു ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ റൊട്ടേറ്റർ കഫിന് ഉണ്ടായിട്ടുള്ള ഇഞ്ചുറി പൂർണ്ണമായിട്ടുള്ളതാണോ അതോ പാർഷ്യൽ ഇഞ്ചുറി ആണോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പാർഷ്യൽ ആയിട്ടുള്ള ഇഞ്ചുറികൾ നമ്മൾ ആക്ടിവിറ്റി മോഡിഫിക്കേഷനും ഫിസിയോതെറാപ്പിയും ഷോൾഡർ ജോയിന്റിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻസും വഴി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം പൂർണ്ണമായിട്ടുമുള്ള റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കീഹോൾ ശസ്ത്രക്രിയ വഴി അത് തുന്നിച്ചേർക്കേണ്ടത് ആവശ്യമാണ്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറികൾ നമ്മൾ തുന്നിച്ചേർക്കാതെ ട്രീറ്റ്മെന്റ് എടുക്കാതെ വിട്ടുകഴിഞ്ഞാൽ കാലക്രമേണ ഷോൾഡർ ജോയിന്റിൽ തേയ്മാനം വരികയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷോൾഡർ റീപ്ലേസ്മെന്റ് സർജറികൾ ചെയ്യേണ്ട ആവശ്യകതയിലേക്കും എത്തിച്ചേരും.